തന്നെ യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ആരോടൊക്കെ യുദ്ധം ചെയ്തു, എന്തൊക്കെയായിരുന്നു യുദ്ധ കാരണങ്ങൾ എന്നൊക്കെ, ഏത് കാലഘട്ടത്തിൽ യുദ്ധം, പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ വർഷം. ഇത് എഴുതി ഹിസ്റ്ററിയിൽ നമുക്ക് മടുപ്പ് വന്നിട്ടുള്ളതാണ് അല്ലേ? ഹിസ്റ്ററി നമ്മുടെ ഹിസ്റ്ററി എന്താണ്? യുദ്ധമല്ലേ? മൊത്തം യുദ്ധവും ഭരണപരിഷ്കാരങ്ങളുമാണ്. പ്രധാനപ്പെട്ടത് അതാ. പിന്നെ പ്രധാനപ്പെട്ട ഈ ആളുകളെയൊക്കെ കൊന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ യുദ്ധം നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ വലിയൊരു കൂട്ടം ആളുകൾ ലോകയുദ്ധം പോലെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ ഈ മഹാഭാരതത്തിലൂടെ വ്യാസർ നമ്മളോട് പറയുന്നത്, പ്രത്യേകിച്ച് ഭഗവത്ഗീത യുദ്ധമുഖത്ത് നമ്മളെ അണിനിരത്തി അത് പറയുമ്പോൾ അത് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പം അതിന് പ്രമാണങ്ങളായിട്ട് ഉപനിഷത്തുകളും മറ്റ് ശാസ്ത്രങ്ങളിലും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ സപ്പോർട്ടിംഗ് എവിഡൻസ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എല്ലാം ഋഷീശ്വരന്മാരുടെ വേദങ്ങളാണ്, ഉപനിഷത്തുകളും മറ്റും. അപ്പൊ യമധർമ്മൻ